ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മേഘനാഥനും കൃഷ്ണനും മുഖാമുഖം. ആ സത്യങ്ങൾ മേഘനാഥൻ കൃഷ്ണനോട് വെളിപ്പെടുത്തുന്നുണ്ട്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷ്ണൻ. നിന്റെ ഭാര്യ അഞ്ജലി യഥാർത്ഥത്തിൽ രാധയാണ്, തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ നേരനിയത്തി. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷ്ണൻ. തന്റെ ആ പഴയ രാധയുടെ മുഖവും അഞ്ജലിയുടെ മുഖവും ആലോചിക്കുകയാണ്. എന്നിട്ട് ഇത്രയും നാൾ ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു ഈ ദേശം മുഴുവനും. ഇന്നലെ വരെ എനിക്ക് എന്റെ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു, സുഭദ്രയില്ലാത്ത എന്റെ അന്തപുരത്തിലെ ദേവിയായിട്ട് എന്റെ രാധയെ വാഴിക്കണമെന്ന്. പക്ഷേ അവൾക്ക് അതിനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി. ഇരിക്കട്ടെ, കൃഷ്ണൻ പറയുന്നു, എന്ത് ഭാഗ്യം? നിങ്ങൾ സുഭദ്രാമയുടെ ഭർത്താവായിരുന്നെങ്കിൽ രാധ അനുജത്തെ പോലെയല്ലേ, അങ്ങനെയല്ലേ കാണേണ്ടത്? മേഘനാഥൻ പിന്നെയും പറയുന്നു, ആര് പറഞ്ഞു? എന്റെ സുഭദ്രയുടെ തനി പകർപ്പാണ് രാധ. എന്റെ ഭാര്യയായിരിക്കാൻ സർവ്വതാ യോഗ്യയായിരുന്നു അവൾ. പക്ഷേ ഇപ്പോ അവൾ എച്ചിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊരു മകനുണ്ട്. ഇനി ഈ മേഘനാഥന് അവളെ വേണ്ടതേ ജീവനോടെയല്ല, ശവമായിട്ടാണ്. അതിനുള്ള ഏർപ്പാടുകളാണ് ഇപ്പോൾ ഈ രാത്രിയിൽ പൂർത്തിയായത്. എന്ത് ഏർപ്പാട് എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു, അത് അവസാനം പറയാം. അതിനു മുമ്പ് നീ അറിയേണ്ടത് എന്തിന് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നതാണ്. എന്റെ ഭാര്യയാകാൻ മാത്രമല്ല, കോടതിയിൽ സ്വത്ത് തർക്കത്തിൽ ജയിച്ചത് മുതൽ അവളെ മെരുക്കി എന്റെ അടിമയാക്കാൻ തീരുമാനിച്ചതാണ്. അതിന് കഴിഞ്ഞ കുറെ നാളുകൾ ഞാനും എന്റെ ആൾക്കാരും അവളെ പിന്തുടരുകയാണ്, പിടിച്ചുകൊണ്ടുവരാൻ. പക്ഷേ നീ അതിനിടയിൽ വന്നു നിന്നു. പരസ്പരം അറിയാതെ നീ ഞാൻ അയച്ച ആളുകളുടെ കയ്യിൽ നിന്നും ഫോൺ എടുത്ത് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിനക്ക് ആ സന്ദർഭം? നിന്റെ പെണ്ണാണ് അവളെന്നും ചുണയുണ്ടെങ്കിൽ നേർക്ക് നേർ വരാനും അന്ന് നീ എന്നെ വെല്ലുവിളിച്ചില്ലേ? ഓർമ്മയുണ്ടോ നിനക്കെന്നെ എന്നൊക്കെ മേഘനാഥൻ ചോദിച്ചപ്പോൾ ആ സന്ദർഭത്തെ പറ്റി കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട്. ഓർമ്മയുണ്ട് എന്ന് കൃഷ്ണൻ പറയുന്നു. നീ ആരാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? അവളുടെ രക്ഷകനോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, അഞ്ജലി എന്റെ ഭാര്യയാണ്. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അവളെ ആരും തൊടില്ല എന്ന് പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, എന്നാലേ ഞാൻ തൊടും, ഈ രാത്രിയിൽ തന്നെ. അതിനു വേണ്ടിയിട്ടാണ് നിന്നെയും അനുജന്മാരെയും മനഃപൂർവ്വം ആ വീട്ടിൽ നിന്ന് മാറ്റിയത് ഈ മേഘനാഥൻ, DVSP സാറിന്റെ സഹായത്തോടെ. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൃഷ്ണൻ. ഇതിനിടയിൽ ആണുങ്ങളില്ലാത്ത ആ വീട്ടിൽ നിന്നും എന്റെ ആളുകൾ അവരെ പൊക്കിയിരിക്കും എന്റെ താവളത്തിലേക്ക്. ഇനി ഞാൻ തീരുമാനിക്കും അവളെ എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മേഘനാഥന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് കൃഷ്ണൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സമ്മതിക്കില്ല ഞാൻ, സമ്മതിക്കില്ല ഞാൻ. പന്നറാസ്കൽ, മേഘനാഥന്റെ ദേഹത്ത് കൈ വെക്കുന്നോടാ എന്ന് പറഞ്ഞിട്ട് ആ കൈ തട്ടി മാറ്റിയിട്ട് മേഘനാഥൻ കൃഷ്ണനെ അടിച്ചിടുന്നു. എന്നിട്ട് തന്റെ കയ്യിലിരുന്ന ആ തോക്കെടുത്ത് കൃഷ്ണനെ നേരെ ചൂണ്ടുകയാണ് മേഘനാഥൻ. പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു മുകുന്ദനുണ്ണി. ആ മുകുന്ദനുണ്ണിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അത് മറ്റാരുമല്ല, രാധയും അവരുടെ അജ്യത്തിമാരെയും കീഴ്പ്പെടുത്താനിരുന്ന ആ ഗുണ്ടകളിൽ ഒരാളാണ്. അത് കേട്ട് ഷോക്കായതുപോലെ മുകുന്ദനുണ്ണി നിൽക്കുന്നുണ്ട്. ഇതേ സമയം കൃഷ്ണന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് മേഘനാഥൻ. കൃഷ്ണനെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ നിൽക്കുന്നു. ശേഷം അവളെ തീർക്കണം എന്നുള്ളത് എന്റെ ശബ്ദമായിരുന്നു. എന്നെ അപമാനിച്ചവനെ ഇത്രയും നാള് എന്റെ ശബ്ദമായിരുന്നു ഇടിച്ച് ചതയ്ക്കണമെന്നത്. ഈ രാത്രി അതിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ തോക്കിന്റെ മുനയുടെ ബലത്തിലല്ല എന്ന് പറഞ്ഞിട്ട് തോക്ക് മേശപ്പുറത്ത് വെക്കുകയാണ് മേഘനാഥന്റെ കയ്യൂക്കിന്റെ ബലത്തിൽ എന്നും മേഘനാഥൻ പറയുന്നുണ്ട്. എന്താടാ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് മേഘനാഥനും കൃഷ്ണനും മുഖാമുഖം രണ്ടുപേരും അടികൂടാൻ ഒരുങ്ങുന്നുണ്ട്. ആദ്യം കൈവച്ചുള്ള പരാക്രമം, പിന്നെ രണ്ടുപേരും തങ്ങളിൽ കോളറിനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ സമയത്ത് മുകുന്ദനുണ്ണി അവിടേക്ക് വന്നിട്ട് പറയുന്നു, മതി നിർത്ത്, ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഒരു കോൾ വന്നു, ആ രാധ രക്ഷപ്പെട്ടു. ഏതോ ഒരുത്തം വന്ന് അവളെ രക്ഷിച്ചോണ്ട് പോയെന്ന്. എന്റെ സംശയം നിങ്ങൾ അന്ന് കൊല്ലാൻ ശ്രമിച്ച ആ വേണു വക്കീലായിരിക്കും. എന്നാൽ ഇത് കേട്ട സന്തോഷത്തോടെ കൃഷ്ണൻ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണന്റെ കഴുത്തില് ആ തോക്കെടുത്ത് ഒരൊറ്റ ഇടി ഇടിക്കുകയാണ് മേഘനാഥൻ. പെട്ടെന്ന് അബോധാവസ്ഥയിൽ അവിടെ മയങ്ങി വീഴുകയാണ് കൃഷ്ണൻ. ചിരിച്ചുകൊണ്ട് മേഘനാഥൻ നിന്നപ്പോൾ മുകുന്ദനോട് ചോദിക്കുന്നു, എന്താടോ താൻ അവനെ കൊന്നോ? കൊല്ലണം, പക്ഷെ ഇവിടെ വെച്ചായില്ലേ നിങ്ങൾ കുടുങ്ങും. അത് ഞാൻ എന്റെ വീട്ടിൽ വെച്ചായിക്കോളാം. എന്നിട്ട് തോക്ക് അവിടെ വെച്ചിട്ട് മേഘനാഥൻ വീണ്ടും പറയുന്നു, ഇപ്പോഴും ആദ്യം ചെയ്യേണ്ടത് വക്കീലിനെയും ആ രാധയും തടഞ്ഞു നിർത്തുക എന്നതാണ്. ആ വക്കീലിനെ കൊടുക്കണം രാധയെ. ആ വക്കീൽ കുറുക്കനാണ്. രാധയെ എങ്ങനെയെങ്കിലും കൊണ്ടുചെന്ന് ആ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തിപ്പിക്കാനാണ് അവന്റെ പ്ലാൻ. ഉടവാൾ പൂജ നടത്തി പൂർണ്ണ കുംഭ പ്രദക്ഷിണം നടത്തണം രാധ. എങ്കിലേ ഉത്സവ ചടങ്ങുകൾ പൂർത്തീകരിക്കൂ. രാധയ്ക്ക് തൃപ്പങ്കോട്ടെ സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കൂ. അത് പൂർത്തിയാക്കാൻ പാടില്ല. അതാണ് മേഘനാഥന്റെ ഒന്നാമത്തെ ദൗത്യം. അതിനിടയിൽ ഇവൻ ഒരു ഏഴാങ്കുലി, വെറും ഏഴാങ്കുലി മാത്രം എന്നൊക്കെ ഒരു പുച്ഛത്തോടെയാണ് കൃഷ്ണനെ മേഘനാഥൻ വിചാരിക്കുന്നത്.
ശേഷം കാണിക്കുന്നത് വളരെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആര്യയും ആരതിയും. അവിടേക്ക് സ്റ്റേഷനിൽ നിന്നും തിരികെ എത്തിയിരിക്കുകയാണ് മുരളിയും ഹരിയും പുഷ്പൻ ചേട്ടനും. പുറത്തൊരു വണ്ടിയുടെ ശബ്ദം മാത്രം കേട്ടിട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അവർ തിരിച്ചു വന്നു എന്ന് തോന്നുന്നു എന്ന് ആര്യ പറഞ്ഞപ്പോൾ ആരതി പറയുന്നുണ്ട് അവർ വിളിക്കട്ടെ എന്നിട്ട് തുറന്നാൽ മതിയെന്ന്. ആരതി എന്ന് മുരളി വിളിച്ചു. പെട്ടെന്ന് അവർ തന്നെ തുറക്കെന്ന് ആര്യയോട് പറയുകയാണ് ആരതി. അങ്ങനെ ആര്യ ചെന്ന് വാതിൽ തുറന്നു. നിങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രസാദേട്ടൻ എവിടെയെന്ന് ആര്യ ചോദിച്ചപ്പോൾ അവിടെ DVSPയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് മുരളി. അപ്പോൾ കേസിന്റെ കാര്യം എന്ന് ആര്യ ചോദിക്കുന്നു. അതൊക്കെ കള്ളക്കേസാണെന്നേ DVSP സാറിന് എല്ലാം ബോധ്യപ്പെട്ടു, അതാ ഞങ്ങൾ വെറുതെ വിട്ടതെന്ന് മുരളി പറയുന്നുണ്ട്. അവരകത്തേക്ക് കയറുന്നുണ്ട്. കയറിയപ്പോൾ രാധയെ അവിടെങ്ങും കാണുന്നില്ല. പുഷ്പച്ചേട്ടൻ ചോദിക്കുന്നുണ്ട് അഞ്ജലി എവിടെയെന്ന്. ഞാനും അതാ നോക്കിയത്, എടുത്തി കിടന്നു ഉറങ്ങി മട്ടില്ല, എവിടെ പോയ ആളെന്ന് ഹരി ചോദിച്ചപ്പോൾ മുരളിയും ചോദിക്കുന്നുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ അഞ്ജലി ചേച്ചി എവിടെയെന്ന്. ചേച്ചി പോയി എന്ന് ആര്യ പറയുന്നു. സംശയത്തോടെ മുരളി ചോദിക്കുന്നുണ്ട് പോയെന്നോ, എവിടേക്ക് പോയി? എന്താ നിങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? അഞ്ജലി അടുത്ത് എവിടെ പോയി എന്നൊക്കെ അവരിങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാണാത്ത എന്തോ ഒരു കുഴപ്പമുണ്ട്, അത് ഇവർക്കറിയാം ഉറപ്പാണെന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നു. ഒന്നും പറയാതെ അവർ രണ്ടുപേരും പോകാൻ തുടങ്ങിയപ്പോൾ മുരളി പറയുന്നുണ്ട് നിക്കടെ എവിടെ, എന്താ കാര്യമെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ നോക്കിക്കോ. എന്നാൽ ഇവരുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുകയാണ് ആരതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അടിച്ച് ചെവിക്കലും ഞാൻ പൊളിക്കും എന്ന് മുരളി പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അടിക്കേ കാണട്ടെ എന്ന് ആരതിയും പറയുന്നു. അങ്ങനെ മുരളി ആരതിയെ തല്ലാൻ തുടങ്ങിയപ്പോൾ പുഷ്പൻ ചേട്ടൻ തടയുന്നുണ്ട്. ആര്യയും തടയുന്നു. വേണ്ട ഞാൻ പറയാമെന്ന് ആര്യ പറയുന്നുണ്ട്. ദേ കുഞ്ഞോളെ വേണ്ട എന്ന് ആരതി തടയുന്നുണ്ടെങ്കിലും ആര്യ പറയുന്നു പറയാം കുഞ്ഞേച്ചി, എന്തായാലും ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. വലിയച്ചി അവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാം മനസ്സിലാകും. ഇനി ഈ രഹസ്യങ്ങൾക്ക് വലിയ ആയുസൊന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. പറയാ ആര്യ എന്ന് ഹരി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നുണ്ട് ഞാൻ ആര്യയല്ല സൗഭാഗ്യയാണെന്ന്. ഇത് ആരതിയല്ല ദർശനയാണ്. അഞ്ജലി ചേച്ചിയുടെ യഥാർത്ഥ പേര് രാധ എന്നും പറയുന്നു. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ മക്കളാണ് ഞങ്ങൾ, സുഭദ്രാമയുടെ അനിയത്തിമാർ എന്നും അവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെയും അത്ഭുതത്തോടെയും അതിശയത്തോടെയും നോക്കുകയാണ് ആര്യയും ആരതിയെയും പുഷ്പൻ ചേട്ടനും മുരളിയും ഹരിയും. എന്താ ഈ പറയുന്നത്? തൃപ്പങ്ങോട്ടെ രാജകുമാരികളാണോ നിങ്ങൾ? സാക്ഷാൽ വാസുദേവൻ അങ്ങിന്റെ പെൺമക്കൾ എന്ന് പുഷ്പചേട്ടൻ പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അതെ, ഇത്രയും നാള് പേര് മാറ്റി ഞങ്ങൾ ഒളിച്ച് ജീവിക്കായിരുന്നു, ആരെയും പറ്റിക്കാനല്ല, കോട്ടയ്ക്കൽ മേഘനാഥൻ എന്ന ശത്രുവിൽ നിന്നും രക്ഷ നേടാൻ. ഹരി പറയുന്നു ഇപ്പോ കാര്യങ്ങൾ മനസ്സിലായി. കൊച്ചു കുട്ടികളായിരുന്നെങ്കിലും ഞങ്ങളും തൃപ്പങ്ങോട്ടുകാരായിരുന്നല്ലോ, അവിടുത്തെ കഥകളൊക്കെ അറിയാലോ. എന്നാലും ഒരിക്കലും ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് പുഷ്പൻ ചേട്ടൻ അതിശയത്തോടെ പറയുന്നുണ്ട്. അപ്പോ അഞ്ജലി എന്ന രാധ ചേച്ചി ശ്രീമൂല സ്ഥാനത്ത് ഉടവാളെടുക്കാൻ പോയിരിക്കാണോ എന്ന് ഹരി പറയുന്നു. അതെ എന്ന് ആര്യയും പറയുന്നുണ്ട്. സൂപ്പർ, നാളെ വേണം ആ ദൃശ്യം ഒന്ന് നേരിട്ട് കാണാം. ആലോചിക്കുമ്പോൾ തന്നെ ദേഹത്തെ രോമാഞ്ചം വരികയാണ്. അത് നോക്ക് എന്നൊക്കെ ഹരി. എവിടെ എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പുഷ്പൻ ചേട്ടനും. എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു. എന്നാൽ ഇതേ സമയം കൃഷ്ണനെ ഒരു വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. പൂട്ടിയിട്ടെന്ന് മാത്രമല്ല ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ വാത്തുണി കൊണ്ട് മൂടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ബോധമില്ലാതെ കൃഷ്ണൻ ഇരിക്കുമ്പോൾ മേഘനാഥൻ ഒരു സിഗരറ്റ് വലിച്ച് കൃഷ്ണന്റെ ഈ അവസ്ഥ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റിലും നടന്നതിന് ശേഷം കൃഷ്ണന്റെ മുന്നിൽ തന്നെ ഇരുന്നത് മാത്രമല്ല അവിടെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. ആ വെള്ളം കുടിച്ചിട്ട് കൃഷ്ണന് നേരെ ഒരൊറ്റ എറിയുകയാണ്. അപ്പോൾ കൃഷ്ണന് കുറച്ച് ബോധം വന്നു. തുടർന്ന് താൻ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റിന്റെ കുറ്റിക്കൊണ്ട് കൃഷ്ണന്റെ കയ്യിൽ ഇങ്ങനെ അമർത്തുകയാണ്. ആ അമർത്തൽ കൊണ്ട് കൃഷ്ണന്റെ കൈ പൊള്ളിപ്പോകുന്നു. വേദന കൊണ്ട് ഇങ്ങനെ പിടയുകയാണ് കൃഷ്ണൻ. ഭയപ്പെടേണ്ട, നിനക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയാൻ വേണ്ടി നിന്നെ ഞാൻ ഉണർത്തിയതാണ്. കൂട്ടത്തിൽ ഒരു നല്ല കാര്യം പറയാനും. തൽക്കാലം നിന്നെ ഇവിടെ തനിച്ച് കഴിയാൻ വിടുകയാണ്. എന്റെ ഡ്യൂട്ടി ഇവിടെയല്ല, അങ്ങ് തൃപ്പങ്ങോട്ടാണ്. നിന്റെ ഭാര്യയുണ്ടല്ലോ അഞ്ജലി, എന്റെ രാധ, അവളും പോയിട്ടുണ്ട് തൃപ്പങ്ങോട്ടേക്ക്. ഞാൻ അന്വേഷിച്ചു, ആ വക്കീല് അവളെ കൊണ്ടുപോയിരിക്കുകയാണ്, നാടിനും നാട്ടുകാർക്കും വേണ്ടി. തൃപ്പങ്ങോട്ട് ഉത്സവം പൂർത്തിയാകണമെങ്കിൽ അവൾ ഉടവാൾ പൂജ ചെയ്തിട്ട് പൂർണ്ണകുംഭ പ്രദക്ഷിണം ചെയ്യണം. അല്ല, സ്വന്തം നാടല്ലേ, നിനക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ തൃപ്പങ്ങോട്ടെ ചടങ്ങുകൾ. പക്ഷെ നിന്റെ ഭാര്യയായിരുന്ന രാധ അത് നടത്തുന്നത് എന്ന് മാത്രം അറിഞ്ഞില്ല അല്ലേ? ശ്രീമൂലം സ്ഥാനത്തെ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ അവൾ സ്വന്തം ചേച്ചി ഇരുന്ന സിംഹാസനത്തിൽ അവളിരിക്കും. അതായത് നിന്റെ ഭാര്യ എന്റെ ഭാര്യയായിരുന്ന സിംഹാസനത്തിൽ ഇരിക്കും എന്നർത്ഥം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ തൃപ്പങ്ങോട്ടെ വരുംകാല അവകാശി എന്ന സ്ഥാനം ഇത്രയും നാള് എന്റെ മകൻ കാശിനാഥനായിരുന്നു. ഇനി ആ അവകാശി നിങ്ങളുടെ സന്തതിക്കാണ്. അച്യുതിനെ അത് ഞാൻ സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല എന്ന് ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നുണ്ട്. നിന്നെ കൊല്ലാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ ഇന്നല്ല. ആദ്യം അവളെ ഞാൻ മോഹിച്ച എന്നെ വഞ്ചിച്ച രാധയെ, പിന്നെ നിങ്ങളുടെ മകനെ ആ അച്യുതിനെ.
ഒടുവിൽ നിന്നെ എന്ത് വേണമെന്ന് ഞാൻ തിരികെ വന്നിട്ട് തീരുമാനിക്കാം. എന്ത് പറയുന്നു ഈ മേഘനാഥനെ പറ്റി എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കിടന്ന് പുളയുകയാണ് കൃഷ്ണൻ. എന്നാൽ മേഘനാഥൻ പറയുന്നു, നിനക്ക് ഒരുപാട് വിഷമം കാണും. നിന്റെ ഭാര്യയും മകനും അല്ലേ മരിക്കാൻ പോകുന്നത്. ആർക്കാരും ചങ്കുപെടുന്ന വിഷമം വരും. പക്ഷെ എന്ത് ചെയ്യാനാ, ഒഴിവാക്കാൻ ഒരു വഴിയുമില്ല. നിന്റെ വിധി അത്ര തന്നെ എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ മേഘനാഥൻ ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് കൃഷ്ണന് ദേഷ്യമാണ് വരുന്നത്. അപ്പൊ പിന്നെ ടാറ്റ ബൈ ബൈ. തിരിച്ചു വരുമ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. തൽക്കാലം ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് മേഘനാഥൻ പോകുന്നത്. മേഘനാഥൻ പോയിട്ടും കൃഷ്ണൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ കെട്ടഴിക്കാനോ അവിടെ നിന്ന് എണീറ്റു പോകാനോ സാധിക്കുന്നില്ല. നിരാശയോടെയും വിഷമത്തോടെയും അവിടെ ഇരിക്കുകയാണ് കൃഷ്ണൻ. ഒന്ന് അലറി കരയാൻ പോലും പറ്റാത്ത വിധം മൂടി കെട്ടിയിരിക്കുകയാണ്. ഇതേ സമയം എല്ലാവരും പോകണം, എല്ലാ സത്യങ്ങളും ആര്യയും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു എല്ലാവരും അവിടേക്ക് പോകണം എന്നൊക്കെ. മുരളി പറയുന്നു, ഇല്ല പുഷ്പൻ ചേട്ടാ, ഞാനില്ല. എൻ്റെ ചേട്ടൻ വന്നിട്ട് ഞാൻ അവിടേക്ക് വരുന്നുള്ളൂ. എനിക്കറിയായിരുന്നു ഇയാൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മുട്ടാപ്പോക്ക് പറയുമെന്ന്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ചെയ്താലും അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണല്ലോ ഇയാളുടെ പരിപാടി എന്നൊക്കെ ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു, ആര് വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും അച്ചൂട്ടന് പിന്നെ രാവിലെ തൃപ്പങ്ങോട്ടേക്ക് എത്തിയേ പറ്റൂ. അവിടെ ശ്രീമൂലം സ്ഥാനത്ത് ഉടവാൾ പൂജ നടത്തേണ്ടതും പൂർണ്ണ കുംഭ പ്രതീക്ഷ ചെയ്യേണ്ടതും രാധ ചേച്ചിയാണ്. അതിനാണ് വേണുവേട്ടൻ വന്ന് വലിയച്ചി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയത്. ഞങ്ങളെ കൂടെ കൂട്ടാത്തോണ്ട്, അല്ലെങ്കിൽ ഞങ്ങളും പോയനെന്നും പറയുന്നു. പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ആലോചിക്ക്. ഇവർ പറഞ്ഞത് വെച്ച് നോക്കിയാൽ മേഘനാഥൻ എന്ന ആള് നമുക്കറിയാവുന്ന നാഥൻ സാറ് വലിയൊരു ക്രിമിനൽ തന്നെയാണ്. അയാളോട് എതിർക്കാനുള്ള ശക്തി നമുക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഇവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും ഫലമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേട്ട് ദേഷ്യത്തോടെ ഹരി പറയുന്നുണ്ട്, നാഥൻ സാറ് പന്ന റാസ്കൽ, അവനെ ഞാൻ നേരിട്ട് കാണുകയാണെങ്കിൽ അവന്റെ തല ഞാൻ അടിച്ചു പൊളിക്കും. ചോരത്തിളപ്പം എടുത്തു ചാട്ടം കൊണ്ടേ നിനക്കങ്ങനെ പലതും തോന്നും. ഒരു കണക്കിന് നിങ്ങളോട് പറയാത്തത് തന്നെയാണ് നല്ലത്. നിങ്ങളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അഞ്ജലി നിങ്ങളോട് ആരോടും തുറന്ന് പറയാതിരുന്നതെന്ന്. എന്നാൽ മുരളി പറയുന്നു, സോറി, എനിക്കിതൊന്നും ദഹിക്കുന്നില്ല പുഷ്പചേട്ടാ. ഒന്നുമില്ലെങ്കിലും ഇവളെന്റെ ഭാര്യയല്ലേ, ഒരു മിനിമം സത്യസന്ധതയെങ്കിലും ഇവൾക്ക് എന്നോട് കാണിച്ചുകൂടായിരുന്നോ? ഇപ്പൊ തന്നെ ഇവളെ എതിർത്തിട്ട് ആര്യയല്ലേ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞത്. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, എൻ്റെ കാര്യം എനിക്ക് പറയാം, പക്ഷെ ആ കൂടുതൽ ചേച്ചിയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം എനിക്ക് പറയേണ്ടി വരും. അതിനുള്ള അവകാശം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഭർത്താവ് ഏട്ടനോടൊന്നും തുറന്ന് പറയാതിരുന്നത്. പുഷ്പൻ ചേട്ടൻ പറയുന്നു, ഇനിയിപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടണ്ട. മുരളി, നീ ഇങ്ങനെ വൈകാരികമായി ചിന്തിക്കാതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും നാള് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ജീവിച്ചവരാണ്. അവരുടെ നിസ്സഹായ അവസ്ഥ നിങ്ങളോട് അവർ തുറന്നു പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ക്ഷമ നമ്മൾ കാണിക്കേണ്ടേ? അതല്ലേ മനുഷ്യത്വവും? എന്റെ ശക്തമായ അഭിപ്രായത്തിൽ നാളെ വെളുപ്പിനെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പോകണം. ചന്ദ്രേട്ടനോട് ഇവര് തൃപ്പങ്കോട്ടെ രാജകുമാരികളാണെന്ന്, പിന്നെ ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നും പറഞ്ഞാൽ അവർ എതിർക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ശരിയാണ്. പറഞ്ഞ് കേട്ടെടുത്തോളം തൃപ്പങ്കോട്ടെ വാസുദേവനും നമ്മുടെ അച്ഛനും കൂട്ടുകാരാണ്. ഇവരുടെ മക്കളാണ് എന്നറിയുമ്പോളെ സന്തോഷമാകും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും. അത് മാത്രമല്ല, നിങ്ങൾ വേണം സന്തോഷിക്കാൻ. ഇങ്ങനെ ഒരു ഒളിവ് ജീവിതം വന്നില്ലായിരുന്നെങ്കിൽ ഇവർക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ? ഒരു ഭാഗ്യമല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, മഹാഭാഗ്യം എന്നൊക്കെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ മുരളി പറയുന്നു, എന്ത് ഭാഗ്യം! മനുഷ്യർ രാജാവും റാണിയൊക്കെ ആവുന്നത് തലയിൽ കിരീടം വെച്ചിട്ടല്ല, മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ടാണ്. ഇതൊരുമാതിരി. അങ്ങനെ പറഞ്ഞപ്പോൾ നിർത്തട എന്ന് പുഷ്പൻ ചേട്ടൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.